ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ന്യൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളുടെ വീട്ടിലുള്ള ഒരു സേമിയ പാക്ക് എടുക്കാം. എന്നിട്ട് അത് നടുക്ക് മുറിച്ചിക്കാണ്ട് നമ്മൾ ഒരു ചട്ടിയിലിട്ടുകാണ്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിക്കാണ്ട് ലേശം ഉപ്പ് ഇട്ടുകാണ്ട് നമ്മൾ നന്നായി ഇളക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഇടുക. ഞാൻ ഇപ്പോൾ ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ആ സേമിയ വെന്ത് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ സാമഗ്രികളൊക്കെ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു വല്യുള്ളിൻ്റെ പകുതി എടുത്തിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലിപ്പോൾ ഒന്ന് കാണിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ പകുതിയേ ആവശ്യം വന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വല്യുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്നും ഇങ്ങനെ പീടിയിൽ നിന്നൊക്കെ വാങ്ങി തിന്നുമല്ലോ ന്യൂഡിൽസൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ ന്യൂഡിൽസിൻ്റെ അത്ര ടേസ്റ്റൊന്നും വരില്ല, എന്നാലും നമുക്ക് ഒപ്പിച്ചേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതും ഇതേമാതിരി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ നുറുക്കുന്നത് കുറച്ച് വലിയ കഷ്ണമാണ്, പിന്നെ ഞാൻ ഒന്നുകൂടിയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതേ ഒരു പരുവം മതി കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി എടുക്കുക കണ്ടോ. അപ്പോൾ ഞാൻ തക്കാളീൻ്റെ ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ, എനിക്ക് തക്കാളി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഇത് നമ്മൾ ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുതിനയില എടുത്തുക്കാണ്ട് അതും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം കേട്ടോ, പാകത്തിനുള്ള വലുപ്പത്തിന്. അപ്പോൾ നമ്മൾ പുതിനയില ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പുതിനയില ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ ബിരിയാണി ആവുകൊണ്ട് ഉമ്മാനോട് ഞാൻ മല്ലിച്ചപ്പും പുതിന എടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ മല്ലിച്ചപ്പും പുതിന ഉണ്ടായി, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 2 വെളുത്തുള്ളി എടുത്തുക്കാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയേക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ ചട്ടിയിലത്തെ വെള്ളം നമ്മൾ ഒന്ന് മോറിയിടും കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ഇതിലേക്ക് എണ്ണ പാർന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളുടെ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ടുകാണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഈ സാമഗ്രികളൊക്കെ നമ്മൾ ഇതിലേക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ടുകാണ്ട് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചുവന്ന് വരുവോളം നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് ലേശം ഉപ്പ് കൂടി ഇടാം കേട്ടോ. ഉപ്പ് നല്ലോണം വേണം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ഇട്ടിട്ടുണ്ട്, 1 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ചുവന്ന് വരുമ്പോഴത്തേന് നമ്മൾ നന്നായി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടില്ല, ഈ മുളക് പൊടി നല്ല എരിവുണ്ടായതുകൊണ്ട് ഞാൻ അപ്പോൾ അതുതന്നെ മതി കരുതിയാണ്ട് അത് അപ്പോൾ മുളക് പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഉള്ളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊക്കെ പാടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ നൂഡിൽസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി ഞാൻ ഇനി വരുന്നതാണ്. താങ്ക് യു.